സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതം ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തിൻ്റെ ജനസംഖ്യ 79.8%. രണ്ടാമത് മുസ്ലിങ്ങളാണ്. ഇസ്ലാം ജനസംഖ്യ 14.4%, ക്രിസ്ത്യൻ ജനസംഖ്യ 2.9%. ഈ രാജ്യത്ത് ഒരു ഭരണഘടന നിലവിലുണ്ട്. മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണഘടനയാണത്. ആ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. മതാതീതമാണ്. ജനങ്ങൾ ക്ഷേമത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കണം, അതാണ് ലക്ഷ്യം. എല്ലാവരും തുല്യരായി എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാൻ രാജ്യത്തിന് കഴിയണം. അതിന് കാലാകാലങ്ങളിൽ കഴിയാതെ വരുമ്പോൾ നിയമപരിഷ്കാരങ്ങളും ഭരണഘടനാ ഭേദഗതികളും കൊണ്ടുവരുന്നു. എല്ലാവർക്കും തൊഴിൽ ലഭിക്കണം. നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ത്രീജനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണം. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഗ്രാമീണ തൊഴിൽ പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചു. അതുകൊണ്ട് ഇന്ത്യയിലെ ധാരാളം സ്ത്രീകൾക്ക് ഉപജീവനത്തിന് മാർഗമായി. അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യുന്നതിനും അവരുടെ കയ്യിൽ സ്വന്തമായൊരു വരുമാനം ഉണ്ടാക്കുന്നതിനും പട്ടിണിയിൽ നിന്ന് മോചനം നേടുന്നതിനും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ഈ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വത്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്തി അളന്ന് കൃത്യത വരുത്തുകയാണ്. ഇന്ത്യയിലെ പഴയകാലത്ത് ധാരാളം ആളുകൾ വഖഫ് ദാനം നൽകിയ ഭൂമിയിൽ കോളേജുകളും സ്കൂളുകളും അനാഥാലയങ്ങളും യത്തീംഖാനകളും ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒരു മുസ്ലിം ട്രസ്റ്റ് എന്ന നിലയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ കണ്ണുവെച്ചുകൊണ്ട്, ഈ സ്വത്തുക്കളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയത്. അത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സ്വത്തുക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ടും അതിൻ്റെ ഭരണം മുസ്ലിങ്ങളിൽ നിന്ന് മാറ്റുന്നതിനും ഗവൺമെൻറ്റിനെ അതിൽ കൈകടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഭേദഗതികളാണ് വരുത്തിയിട്ടുള്ളത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ നോമിനികൾ മേലിൽ ഉണ്ടാവും. മുൻഗണന ആ നിയമത്തിനില്ല. മുൻകാല പ്രാബല്യമില്ലാത്ത നിയമമായിട്ടാണത് പാർലമെൻറ്റിൽ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അത് കേരളത്തിലാണ്. കേരളത്തിലെ മുനമ്പത്ത് അവിടെ ഏതാണ്ട് 600ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ 2 ഗ്രാമപ്രദേശങ്ങളിൽ 2 വാർഡുകളിലായിട്ട് താമസിക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരാണ്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ക്രിസ്ത്യാനികളിൽ ലത്തീൻ കത്തോലിക്കരാണ് കൂടുതലുള്ളവർ. മത്സ്യത്തൊഴിലാളികളാണ്. അവർ ഒരു സമയത്ത് കോഴിക്കോട്ടുള്ള ഫാറൂഖ് കോളേജിൻ്റെ കയ്യിൽ ഗുജറാത്തുകാരനായ ഒരു സേട്ട് വഖഫായി നൽകിയ ഏതാണ്ട് 300 ഏക്കർ ഭൂമിയുടെ കാര്യമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ഇത് വഖഫ് ബോർഡിന് അവർ കൈമാറുമ്പോൾ അവരൊരു കണ്ടീഷൻ വെച്ചിരുന്നു. ഇത് മുസ്ലിം മതത്തിൻ്റെ വളർച്ചയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മതപഠനത്തിനും യത്തീംഖാനകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ വസ്തു ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇത് സേട്ടിൻ്റെ അനന്തര തലമുറയിൽപ്പെട്ടവർക്ക് നിയമപരമായി കൈക്കലാക്കാനുള്ള അവകാശമുണ്ട്. ആ ക്ലോസുകളെല്ലാം വെച്ചാണ് അവർ അത് കൊടുത്തത്. എന്തായാലും ഈ ഫാറൂഖ് കോളേജുകാർ അവർക്ക് കോഴിക്കോട്ട് നിന്ന് ഈ യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ ചതിപ്പു നിലം എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് കൈകാര്യം ചെയ്യുന്നതിനോ അവിടെ എന്തെങ്കിലും സ്ഥാപനമൊക്കെ ഉണ്ടാക്കുന്നതിനോ ഒന്നും ഇപ്പോഴത്തെ നിലയിൽ സാധ്യമല്ല. ധാരാളം പണം ഉണ്ടായാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് അവർ ആ ഭൂമി പലർക്കായിട്ട് 5-10 സെൻറ്റ് വീതം വിലയ്ക്ക് കൊടുത്തു.
അങ്ങനെ പലരും അവിടെ ഭൂമി വാങ്ങിക്കുകയും അവർക്ക് ഭൂമി ഉണ്ട്, അതിന് പ്രമാണമുണ്ട്, അവർ കരം തീർത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് അവർക്ക് ഇത് വഖഫ് ഭൂമിയാണ് എന്ന ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. അവർ ചകിതരായി, അവർ പ്രയാസമുള്ളവരായി, ദുഃഖിതരായി. 5, 8, 6 ഒക്കെ സെൻറ്റാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത്. ജീവിക്കാൻ പറ്റിയ മാർഗമില്ലാത്ത പാവങ്ങളാണവർ. അവർ സ്വാഭാവികമായും അവിടെ സമരം ആരംഭിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് അതിന് പരിഹാരമുണ്ടാക്കാം, അതിനായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഹൈക്കോടതി ആ സിംഗിൾ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷന് അതിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞു. വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് അവകാശമുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അവിടെ വീണ്ടും അന്വേഷണങ്ങൾ, ഈ വസ്തുവിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ത്വരിതഗതിയിൽ വീണ്ടും നടത്തുകയാണ്. ഈ സംഭവം ലോക്സഭയിൽ പാസാക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എത്ര സ്വത്തുക്കളുണ്ട്, എത്ര ഭൂസ്വത്തുക്കളുണ്ട്, എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എത്ര ഹൈസ്കൂളുകളുണ്ട്, എന്തിനു പറയുന്നു, എത്ര മഠങ്ങളുണ്ട്, എന്തെല്ലാം അവർക്കുണ്ടോ അതിൻ്റെ എല്ലാം കണക്ക് വെച്ചുകൊണ്ട് അവർ പത്രത്തിൽ മുഖപ്രസംഗം എഴുതുകയാണ്. മുനമ്പത്തെ വഖഫ് പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ കുറച്ച് ലത്തീൻ കത്തോലിക്കർക്ക് അത് ആഹ്ലാദകരമായി തോന്നി, അവിടുത്തെ ആളുകൾക്കെല്ലാം ആഹ്ലാദകരമായി തോന്നി. കാരണം നിയമം വന്നല്ലോ, ഇനി ഞങ്ങൾക്ക് ഭൂമിക്ക് പ്രശ്നമൊന്നും വരുത്തില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ അതല്ല, ഭൂമിക്ക് പ്രശ്നം തന്നെയാണ്. അതെന്താണ്? മുൻകാല പ്രാബല്യമില്ലാത്ത നിയമമാണ്. അതുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ അത് നേടുവാൻ പറ്റൂ. അത് ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. ഗവൺമെൻറ് അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചതും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൃത്യമായ അതിൻ്റെ രേഖകൾ കണ്ടെത്തി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ആ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കും. ഈ ആളുകളെ സംരക്ഷിക്കുകയാണ് ആവശ്യമെന്ന് ഗവൺമെൻറ് പറഞ്ഞത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുകയും ഈ ജുഡീഷ്യൽ കമ്മീഷനെ അവിടെ പ്രവർത്തനം തുടരുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറയുകയും അങ്ങനെ അവർ ആ പ്രവർത്തനം നടത്തുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരും ചില ബിഷപ്പുമാരും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ട് BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും മുനമ്പത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണം ഒക്കെ സംഘടിപ്പിക്കുകയും കുറേ ആളുകളെയൊക്കെ അവരുടെ വശത്താക്കാനുള്ള കള്ളക്കഥകളും നുണകളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇനി അവർക്ക് ആ ഭൂമിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. ഡിവിഷൻ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷനെ പ്രവർത്തനത്തിന് അനുമതി കൊടുത്തല്ലോ. ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ, കള്ളം പറയുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ അവരുടെ സ്വത്തുക്കളുടെ കണക്കെടുക്കുകയാണ്. ഈ ഓർഗനൈസർക്ക് ആരാണ് ഇതിനുള്ള ചുമതല കൊടുത്തത്? ക്രിസ്ത്യാനികളുടെ സ്വത്ത്, അവരുടെ സ്വത്തുക്കളെന്ന് പറഞ്ഞാൽ 1, 2 തരത്തിലെല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്നതാണ്. എത്ര സഭാവിഭാഗങ്ങളുണ്ട്, അവർക്കൊക്കെ സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ ഭൂമിയുണ്ട്. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ഈ കോളേജുകൾ എല്ലാം തന്നെ അവരുടെ വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിലാണ്. ഇടവകകളുണ്ട്, ഡയോസിസുകളുണ്ട്, അതുപോലെ തന്നെ KCBC ഉണ്ട്, അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ബിഷപ്പുമാരുടെ കോൺഫറൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ ലെവലിലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ വേറെയുണ്ട്. അവർക്കൊക്കെ സ്വത്തുക്കളുണ്ട്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണ്, നിയമപരമായിട്ടുള്ള സ്വത്തുക്കളാണ്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം കണക്കുണ്ട്. അതെല്ലാം നികുതി കൊടുത്തുകൊണ്ടാണ് അതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശം കൊടുക്കുന്നത് ഭരണഘടനയാണ്. അവർക്ക് കോളേജ് സ്ഥാപിക്കാനും മതപ്രചാരണം നടത്താനും വിദ്യാഭ്യാസം നടത്താനും ഒക്കെയുള്ള പ്രത്യേക അവകാശം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയതാണ്. ആ കാര്യങ്ങളിൽ എന്തിനാണ് ഈ BJP ഗവൺമെൻറ് ഇത്ര ദത്തശ്രദ്ധരാകുന്നത്? എന്താണ് അവരെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ പ്രശ്നം?
അവിടെയാണ് നമ്മുടെ ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും കാലിടറുന്നത്. ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് BJPയുടെ ലക്ഷ്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. ആരൊക്കെയാണ് BJPയെ നയിക്കുന്നത് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. BJPയെ നയിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് 300-ലധികം വരുന്ന സംഘപരിവാര ശക്തികളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. RSS പറയുന്നതിന് അപ്പുറത്തേക്ക് മോദിക്ക് കാലുവയ്ക്കാൻ കഴിയില്ല, ഒരു വാക്കുച്ചരിക്കാൻ കഴിയില്ല. ആ RSSൻ്റെ അടിസ്ഥാന രേഖ അല്ലെ പ്രത്യയശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നത് വിചാരധാരയാണ്. ആ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ പ്രഖ്യാപിത ശത്രുക്കൾ 3 ഒന്നാമത്, ഇപ്പോൾ ഇന്ത്യയിൽ 14% ഉണ്ട്, 14.4% വരുന്ന മുസ്ലിങ്ങൾ. അവരെ ഇല്ലാതാക്കണം. അവരെ യാതൊരു തരത്തിലും മുസ്ലിം എന്ന പ്രത്യേക ഐഡൻറ്റിറ്റിയിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവർ ഹിന്ദുക്കളാകണം. ക്രിസ്ത്യാനികൾ 2% വരുന്ന 2.9 വരുന്ന ക്രിസ്ത്യൻ സമൂഹം ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. അവർ ഹിന്ദു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. മുസ്ലിമിനോട് പറയുന്നത് നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ പാകിസ്ഥാനിലോ എവിടെയെന്ന് വെച്ചാൽ പൊയ്ക്കോണം. ക്രിസ്ത്യാനികളിലൂടെ പോകാൻ പറയാനോ ഇംഗ്ലണ്ടിൽ പോകാൻ പറയാൻ പറ്റും, അമേരിക്കയിൽ പോകാൻ പറയാൻ പറ്റും. അതവർ പറയുന്നില്ല. കാരണം ട്രംപ് അവിടെ ഇരിക്കുക. ട്രംപിൻ്റെ അടിമ സുഹൃത്താണല്ലോ മോഡി. ട്രംപ് എന്ത് പറയുന്നോ അതെല്ലാം വാലാട്ടി അനുസരിക്കുന്ന, അനുസരണയുള്ള, നന്ദിയുള്ള ഒരടിമയാണ് മോദി. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ സ്വത്തിന്മേൽ എന്തിനു കണക്കെടുക്കുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം, ക്രിസ്ത്യാനികളുടെ സ്വത്ത് അവരുടേതല്ല, ക്രിസ്ത്യാനികൾ ഇവിടുത്തുകാരല്ല. മുസ്ലിംകളുടെ സ്വത്തിന്മേൽ എന്തിനു കൈവെക്കുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിംകൾ ഇവിടുത്തേതല്ല. മുസ്ലിം ഇവിടെ വന്നവരാണ്, ക്രിസ്ത്യാനികളിവിടെ വന്നവരാണ്, അവർക്കിവിടെ സ്വന്തമായി ഒന്നും ഉള്ളവരല്ല. ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തിയാണ് അവർ ക്രിസ്ത്യാനികളാക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങളും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗതമായ സ്വത്തുക്കൾ കവർന്നെടുത്തവരാണ്, ക്ഷേത്രങ്ങളെ തകർത്തവരാണ്. അങ്ങനെ അവരുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമമോ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യമോ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തികമായ വളർച്ചയോ, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതോ ഒന്നും അവരുടെ ചിന്തയിലില്ല. അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് മത ധ്രുവീകരണം, റിലീജിയസ് പോളറൈസേഷൻ. ഹിന്ദുത്വയിലേക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നല്ല സന്മതികളായ സജ്ജനങ്ങളായ ഹിന്ദുക്കളെ കൂടി അവരുടെ സംഘത്തിൽപ്പെടുത്തി ഈ രാജ്യത്തെ ഏകഛത്രാധിപതിയായി RSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ BJPയെ ഇവിടെ നിലനിർത്തണം. ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. ആ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിന് തടസ്സമായി നിൽക്കുന്ന ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും ഇവിടെ നിന്ന് ഓടിക്കണം. ഇവിടെ ഇനിയും വേറെ മതങ്ങളുണ്ട്. ജൈനമതമുണ്ട്. ജൈനമതം ഹിന്ദു മതത്തിൽ നിന്ന് രൂപപ്പെട്ടതായതുകൊണ്ടും, സിഖ് മതമുണ്ട്, അതിനും ഹിന്ദുമതവുമായി ബന്ധമുള്ളതുകൊണ്ടും, ബുദ്ധമതമുണ്ട്, ആ ബന്ധം അതിനും അവർ കാണുന്നതുകൊണ്ട് അവരോടിപ്പം കലഹമൊന്നും നടത്തുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെ, എന്തുകൊണ്ടാണ് മുസ്ലിം എന്ന് പറയുന്നവരെ ഇവർ അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ നല്ലൊരു ശതമാനം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, യത്തീംഖാനകൾ, അതുപോലെ മറ്റ് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മനുഷ്യ സേവന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്ന 2 പ്രധാനപ്പെട്ട
മതവിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ അവരുടെ കയ്യിലുള്ള സ്വത്ത് കവർന്നെടുത്താൽ അവർ ക്രമേണ ദുർബലരാകും. അങ്ങനെ അവരുടെ കയ്യിൽ സ്വത്തില്ലാതെ വരുമ്പോൾ അവരുടെ പിൻഗാമികളായിട്ടുള്ള ക്രിസ്ത്യൻസ് എല്ലാവരും ഹിന്ദുത്വയിലേക്ക് ഹിന്ദുവായി മതപരിവർത്തനം നടത്തി അവരെയെല്ലാം ഘർ വാപ്പസിയിലൂടെ ഹിന്ദുക്കളാക്കി മാറ്റാം എന്നുള്ളതാണ് RSS ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ഇപ്പോൾ ചർച്ച് ബില്ല്, അതിനു മുമ്പ് തന്നെ ഒരു മതപരിവർത്തന നിരോധന ബില്ല്, ഇതെല്ലാം അവർ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്.